പാത്തുമ്മയുടെ ആട് എന്ന ആത്മകഥാപരമായ നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന ബഷീറിന്റെ അനിയൻ അനീഫയുടെ മകളാണ് ലൈല. നോവലിൽ പാത്തുമ്മയുടെ ആട് കുഞ്ഞുങ്ങളുടെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ കടിച്ചു തിന്നാൻ നടക്കാറുണ്ട്. ഒരിക്കൽ അബിയുടെ ഹാഫ് ട്രൗസറിലെ വെള്ളപ്പം തിന്നാൻ നോക്കിയ ആടിനെ പള്ളയ്ക്ക് പിടിച്ച് ഉള്ളാടത്തിപ്പാറു ഉള്ളാടത്തിപ്പാറു എന്ന് ചീത്ത വിളിച്ചുകൊണ്ട് തടയാൻ ശ്രമിക്കുന്ന ലൈലയെ ബഷീർ മനോഹരമായി ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ബഷീർ കഥകളിലെ ഏറ്റവും ജനപ്രിയനായ ഹാസ്യ കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. നാട്ടിൽ എന്ത് നല്ല കാര്യം നടന്നാലും അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ നടക്കുന്ന ആളാണ് മമ്മൂഞ്ഞ്. തനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പോലും അത് ഞാനാണ് ചെയ്തത് എന്ന് അയാൾ വീരവാദം മുഴക്കും. ലുപ്പുപ്പാക്കൊരാനണ്ടാർന്നു എന്ന വിഖ്യാത നോവലിലെ പ്രധാന നായികയാണ് കുഞ്ഞു പാത്തുമ്മ. അന്ധവിശ്വാസങ്ങളിൽ നിന്നും ആധുനികതയിലേക്കുള്ള ഒരു സമൂഹത്തിൻ്റെ മാറ്റത്തെ ബഷീർ കാണിക്കുന്നത് കുഞ്ഞു പാത്തുമ്മയിലൂടെയാണ്. യാതൊരു ലോകവിവരവുമില്ലാത്ത തികച്ചും നിഷ്കളങ്കയും ശുദ്ധഗതിക്കാരിയുമായ ഗ്രാമീണ പെൺകുട്ടിയാണ് കുഞ്ഞു പാത്തുമ്മ. കഥാകാരൻ്റെ സ്വന്തം അനിയനാണ് അബ്ദുൾ ഖാദർ. നോവലിൽ വളരെ രസകരവും സവിശേഷവുമായ രീതിയിലാണ് ബഷീർ ഇദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. തുടക്കകാലത്ത് ബഷീറിൻ്റെ എഴുത്തിനെ അബ്ദുൾ ഖാദർ വല്ലാതെ വിമർശിച്ചിരുന്നു. എന്നാൽ ബഷീർ പ്രശസ്തനായതോടെ വിമർശനം നിർത്തുകയും പുസ്തകം വിറ്റ് പണമുണ്ടാക്കാൻ വേണ്ടി ബഷീറിനോട് പുതിയ പുസ്തകങ്ങളുടെ കോപ്പികൾ ചോദിച്ചു വാങ്ങുകയും ചെയ്തിരുന്നു. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് നോവലായ ബാല്യകാലസഖിയിലെ പ്രധാന നായികയാണ് സുഹറ. നായകനായ മജീദിൻ്റെ അയൽക്കാരിയും കുട്ടിക്കാലം മുതലുള്ള കളിക്കൂട്ടുകാരിയുമാണ് സുഹറ. കുട്ടിക്കാലത്ത് ഇവരുടെ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളുമാണ് പിന്നീട് തീവ്രമായ പ്രണയമായി മാറുന്നത്. ബഷീറിൻ്റെ പ്രശസ്തമായൊരു ഹാസ്യ നോവലിലെ പ്രധാന കഥാപാത്രമാണ് ഒറ്റക്കണ്ണൻ പോക്കർ. നാട്ടിലെ പ്രശസ്തനായ ഒരു മുച്ചീട്ടു കളിക്കാരനാണ് പോക്കർ. കൈക്കരുത്തും തന്ത്രങ്ങളും ഉപയോഗിച്ച് ആളുകളെ ചതിച്ച് പണം തട്ടിയെടുക്കുന്നതിൽ ഇയാൾ മിടുക്കനാണ്. പണ്ട് നടന്ന ഒരു അടിപിടിയിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇയാൾക്ക് ഒറ്റക്കണ്ണൻ പോക്കർ എന്ന പേര് വീണത്. ബഷീറിൻ്റെ പ്രശസ്തമായ കൃതിയിലെ ഒരു സ്ത്രീ കഥാപാത്രമാണ് നാരായണി. പുരുഷന്മാരുടെ ജയിലിന് തൊട്ടടുത്തുള്ള സ്ത്രീകളുടെ ജയിലിലെ തടവുകാരിയാണ് നാരായണി. നോവലിൽ ഒരിക്കൽ പോലും നാരായണി വായനക്കാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ഒരു മതിൽപ്പുറത്തിരുന്ന് ബഷീറുമായി നടത്തുന്ന സംഭാഷണങ്ങളിലൂടെ മാത്രമാണ് നാരായണി കഥയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നോവലിലെ കേന്ദ്ര കഥാപാത്രവും പുരോഗമന ചിന്താഗതിക്കാരനായ നായകനുമാണ് നിസാർ അഹമ്മദ്. അന്ധവിശ്വാസങ്ങളിലും പഴയ പ്രതാപത്തിലും മുഴുകിക്കിടന്ന ഒരു യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിലേക്ക് പുതിയ കാലത്തിൻ്റെ വെളിച്ചം കൊണ്ടുവരുന്ന കഥാപാത്രമാണ് നിസാർ അഹമ്മദ്. ലുപ്പുപ്പാക്കൊരാനണ്ടാർന്നു എന്ന നോവലിലെ പുരോഗമന ചിന്താഗതിക്കാരി. നായകൻ നിസാർ അഹമ്മദിൻ്റെ അനിയത്തി. നോവലിലെ നായികയായ കുഞ്ഞു പാത്തുമ്മയെ അക്ഷരങ്ങളുടെയും പുതിയ ലോകത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആയിഷയാണ്. ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന വിഖ്യാത നോവലിലെ കേന്ദ്ര കഥാപാത്രവും മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായ പ്രണയനായകനുമാണ്. ജീവിതത്തിലെ പരുഷമായ യാഥാർത്ഥ്യങ്ങളോട് പോരാടി പരാജയപ്പെട്ട ഒരു ദുരന്ത നായകനായാണ് ബഷീർ ഇദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. ബഷീറിൻ്റെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കൃതിയായ പ്രേമലേഖനം എന്ന നോവലിലെ വിപ്ലവകാരിയായ നായികയാണ് സാറാമ്മ. മലയാള സാഹിത്യത്തിൽ സ്ത്രീപക്ഷ ചിന്തകളും ആധുനികതയും വളരെ നേരത്തെ തന്നെ അടയാളപ്പെടുത്തിയ ഒരു കഥാപാത്രമാണിത്. ലുപ്പുപ്പാക്കൊരാനണ്ടാർന്നു എന്ന നോവലിലെ ഉമ്മയാണ് കുഞ്ഞിത്താച്ചുമ്മ. പൊള്ളയായ തറവാട്ടു മഹിമയും അന്ധവിശ്വാസങ്ങളും പേറി നടക്കുന്ന ഒരു യാഥാസ്ഥിതിക സ്ത്രീയാണ് ഇവർ. തൻ്റെ ഉപ്പയായ ആനമക്കാർക്ക് പണ്ട് വലിയൊരു കൊമ്പനാന ഉണ്ടായിരുന്നു എന്ന പഴയ പ്രതാപം പറഞ്ഞ് എപ്പോഴും വീമ്പിളക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ മുഖ്യ കഥാപാത്രങ്ങളിൽ ഒരാളാണ് തോമ. തോമ ഒരു കള്ളനാണ്. പണ്ട് ഇയാൾ വെറും തോമയായിരുന്നു. ഒരു പള്ളിയിൽ നിന്നും പൊൻകുരിശ് മോഷ്ടിക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ഇയാൾക്ക് നാട്ടുകാർ പൊൻകുരിശു തോമ എന്ന പേര് നൽകിയത്. ബഷീറിൻ്റെ ഈ ഒരു കഥാപാത്രത്തെ അറിയാത്തവരായി ആരുമുണ്ടാവില്ല. ഈ കൃതിയും കഥാപാത്രവും ഏതെന്ന് കമൻ്റ് ചെയ്യൂ.